CAA സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ല. CAA എന്ന വാക്ക് അതിലില്ല എന്നത് മാത്രമല്ല, ഈ രാജ്യം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്, പലപ്പോഴും കോൺഗ്രസ് നേതാക്കളോട് എന്താണ് നിലപാടെന്ന് ആവർത്തിച്ച് ചോദിക്കപ്പെട്ടിട്ടുള്ള ഈ ചോദ്യത്തിൽ തീർച്ചയായും CAA-ക്കെതിരാണ് കോൺഗ്രസ് എന്ന് അവർ ആവർത്തിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് റദ്ദാക്കും, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് റദ്ദാക്കും എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. CAA-യുടെ ചട്ടങ്ങൾ നിലവിൽ വന്ന ദിവസം തന്നെ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയോ അത് നടപ്പാക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്കില്ല എന്നത് ചർച്ചാ വിഷയമാകുന്നത്. പ്രിന്റു മഹാദേവിന് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിന്റു, ഈ വാക്ക് അല്ലെങ്കിൽ CAA എന്ന വിഷയം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതിനകത്ത് സാർ ഞങ്ങൾക്ക് ഒരു സന്തോഷം എന്നതിനപ്പുറത്തേക്ക് CAA ഈ രാജ്യത്ത് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിനകത്ത് ചില തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നത്. ഇവ സത്യത്തിൽ ഈ CAA-യുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളും നിലപാടുകളും ശരിയാണെന്ന് കൃത്യമായിട്ട് അവർ വിലയിരുത്തുകയും അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ അവർ ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ CAA-യെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്താത്തത്. സത്യത്തിൽ ആദ്യമായിട്ട് ഈ CAA-യുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പരാമർശം സത്യത്തിൽ നടത്തുന്നത് ആദരണീയനായിട്ടുള്ള മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സമ്മേളനത്തിലാണ് 1947-ലാണ്. പിന്നീട് നെഹ്റു ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ നിലപാടുകൾ എല്ലാ സമയത്തും CAA-യുമായി അനുകൂല നിലപാടുകൾ തന്നെയായിരുന്നു. പക്ഷേ പിന്നെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരും അല്ലെങ്കിൽ 10 വർഷമായി പിന്നെ രാജീവ് ഗാന്ധിയൊക്കെ അനുകൂലിച്ചുവെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് താങ്കൾ പറയുന്നത്? അല്ല സാർ, ഞാനതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറയാം. ഈ CAA എന്ന് പറയുന്നത് ഒരു നിയമത്തിനപ്പുറത്തേക്ക് ഈ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ അവിടെ മതപീഡനങ്ങൾ അനുഭവിക്കുന്ന മൈനോറിറ്റിയിൽപ്പെട്ട ആളുകളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു നിയമത്തിന്, ഞാൻ CAA എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ മാത്രം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അവരുടെ ഒരു അടിസ്ഥാന പ്രമാണമായിരുന്നു. ആ പ്രമാണത്തിന്റെ അടിസ്ഥാനം ശ്രീ പ്രിന്റു മഹാദേവ്, മഹാത്മാഗാന്ധിയും നെഹ്റുവും കൈക്കൊണ്ട നിലപാടുകളെ കുറിച്ചല്ല പറയേണ്ടത്. ഇപ്പോൾ നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് എങ്ങനെ മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒന്നും പാരമ്പര്യവുമായി കൂട്ടിക്കെട്ടാൻ കഴിയുന്നതല്ല. അപ്പൊ അത് മാറ്റിവെക്കാം. നമുക്ക് ഇപ്പോൾ നടപ്പാക്കുന്ന CAA നിയമത്തെ കോൺഗ്രസ് അനുകൂലിക്കുന്നുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വന്നത്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന വാദങ്ങൾ താങ്കൾക്ക് പറയാം. അല്ല, തീർച്ചയായും സാർ, ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളും നയങ്ങളും ഒക്കെ അത് ഈ മഹാത്മാഗാന്ധി മുതൽ നെഹ്റു മുതൽ ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റിനനുസരിച്ച് അത് ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയിൽ എത്തി നിൽക്കുന്ന സമയത്ത് പൊതുവെ ഒരു നയം ഉണ്ടാവില്ല, ഒരു പോളിസി ഉണ്ടാവില്ല സാർ. ആ പോളിസി ഇവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് ഈ അടുത്ത കാലത്ത് 10 വർഷമായിട്ട് ആ പോളിസിയിലൊക്കെ കൃത്യമായിട്ട് അവർക്ക് നിലപാട് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ചിലപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ടായിരിക്കാം. അത് രാമക്ഷേത്രമായിക്കോട്ടെ, CAA ആയിക്കോട്ടെ, കാശ്മീർ വിഷയമായിക്കോട്ടെ, ആ നയപരമായ നിലപാടുകളിൽ നിന്ന് എല്ലാ സമയത്തും വ്യതിചലിക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ രാമക്ഷേത്രം വിഷയം വരുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയിൽ അഭിപ്രായം പറയാൻ എത്ര ദിവസം എടുത്തു. ഇപ്പോൾ CAA വിഷയത്തിലും നിങ്ങൾ നിരന്തരമായിട്ട് എന്താണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന സമയത്ത് അഭിപ്രായമില്ല. പക്ഷേ ഇന്ന് അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. CAA-ക്ക് കൃത്യമായിട്ട് നരേന്ദ്രമോദി എടുത്ത തീരുമാനമാണ് ശരി. ആ തീരുമാനത്തിനൊപ്പം കൃത്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ആ കാര്യം